കർണാടകയിലെ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ. ആ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുൻ എന്ന് പറയുന്ന പയ്യൻ. അർജുനാണ് കുറെ ദിവസങ്ങളായിട്ട് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോ നല്ല കാര്യം, വാർത്താമാധ്യമങ്ങളെല്ലാം അതിന്റെ പുറകെ പോകുന്നുണ്ട്. ആ പയ്യനെ കണ്ടു കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവനെ കണ്ടു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും, എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും രാവിലെ ടി വി വെച്ച് കഴിഞ്ഞാൽ നേരെ അമ്മയൊക്കെ ഞാൻ രാവിലെ എണീറ്റ് നോക്കാൻ നേരത്തെ ടിവിയുടെ ഫ്രണ്ടിലാണ്. എന്തെങ്കിലും ആ പയ്യനെ കിട്ടുമോ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ടിവിയുടെ ഫ്രണ്ടിലൊക്കെ പോയിരിക്കുന്നത്. അപ്പോ കിട്ടട്ടെ അവനെ. എന്തായാലും അതേ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ ഈ അർജുനെ കണ്ടുകിട്ടുന്നില്ല, അർജുന്റെ വണ്ടിയുടെ സിഗ്നൽ അവിടെ കിട്ടി, വണ്ടിയുടെ സിഗ്നൽ ഇവിടെ കിട്ടി, ഇപ്പൊ കിട്ടും, നാളെ കിട്ടും, ഇത് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. ചെയ്യട്ടെ. എന്നാൽ അതിന്റെ കൂട്ടത്തില് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന കുറെ വേറെയും ആളുകളുണ്ട്. അവരെ പറ്റി എന്തുകൊണ്ട് ഇവരാരും സംസാരിക്കുന്നില്ല? ഇതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ട് ഇവരാരും മിണ്ടുന്നില്ല? നമുക്കറിയാം, ഈ ഒരു മണ്ണിടിഞ്ഞ് വീണപ്പത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന കുറെ വീടുകൾ പോയി. അതൊക്കെ ഇപ്പം കർണാടകത്തിൽ നമ്മുടെ കന്നഡ ചാനലുകളൊക്കെ അത് ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഇപ്പൊ 2 ദിവസമായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഓക്കെ. എന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക്, ഈ ഒരു വീടുകൾ പോയ ജനങ്ങൾക്ക് കർണാടക ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? അവരുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ ആർക്കും ഒരു താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾ വേണം അത് ചോദ്യം ചെയ്യാൻ. കാരണം നമ്മൾ എന്തൊരു തെറ്റ് കണ്ടാലും ചോദ്യം ചെയ്യുന്ന ആൾക്കാരാ. സോ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്യും. എനിക്ക് അറിയാമത്, കാരണം നമ്മളിലെ ഒരുത്തരാണ് അവൻ. സോ അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഫോക്കസ് ചെയ്യും. അവൻ എന്ത് പറ്റി എന്നായിരിക്കും നമ്മുടെ ഒരു മുൻതൂക്കം. അതായിരിക്കും നമ്മളെല്ലാവരും നോക്കുന്നത്. മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാര്യം അതായിരിക്കും. പക്ഷെ എന്നാ അതിന്റെ കൂടെ വേറെയും കുറെ മനുഷ്യരുണ്ട്. അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണം. അതിന് മാധ്യമങ്ങൾ മുന്നോട്ട് വരണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ നീതി കിട്ടണം. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ വാർത്താ ചാനലിൽ വരുന്ന ക്ലിപ്പുകൾ കാണുന്നുണ്ട്. അത് കൂടാതെ എവിടുന്നൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്സ് കാണാൻ പറ്റും, അതെല്ലാം ഞാൻ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു യൂട്യൂബർ, അയാൾ അവിടെ ഉണ്ട്, അയാൾ ഇട്ടിരിക്കുന്ന കുറച്ച് ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പൊ അതിനകത്തൊരു ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമേ ഇത് പ്രോപ്പറായിട്ട് കാണിക്കുന്നുള്ളൂ. നമുക്ക് അവിടെ ഇല്ല ഇപ്പം അർജുനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂയിലേക്കൊക്കെ വരാം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നുന്നു. നിങ്ങൾ ഇതെല്ലാവരും കണ്ടിരിക്കണം. കുറെ പേര് കണ്ടവര് കാണും, കാണാത്തവരും കാണും ഒരുപാട്. അവരിതൊന്ന് കാണണം. ഈ ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി ഇത് കണ്ടപ്പോ. ഇത് എന്തുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ അധികമൊന്നും അതിലെ ഫോക്കസ് ചെയ്തൊന്ന് കാണിച്ചായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോയേനെ. അവിടെ ജീവിച്ചിരുന്നിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന കുറെ ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ആദ്യമേ, നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമ്മൾ ആദ്യമേ അത് ചെയ്തു കൊടുക്കണം. അതും കൂടെ ചെയ്യണം. ആർക്കും അതൊന്നും ഒരു നോട്ടമില്ല. വാർത്താ മാധ്യമങ്ങളുടെ TRP കയറ്റാനും അവർക്ക് ആവശ്യം ഇപ്പൊ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് മാത്രം വെച്ച് വളരെ മോശം. സങ്കടം തോന്നിപ്പോയി എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. 14 മണിക്കൂർ മുന്നേ വന്നൊരു വീഡിയോ ആണ്. ഞാനിത് ഇവിടെ സൈഡിൽ കാണിച്ചു തരത്തില്ല, ഞാനിവിടെ ഫോണിൽ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. പക്ഷെ എനിക്ക് സൈഡിൽ വെക്കാൻ ഒരു ഭയം. കാരണം ആരെപ്പോ കോപ്പിറൈറ്റ് അടിച്ചു തരുമെന്ന് പറയാൻ പറ്റത്തില്ല. കിട്ടിയ ഓൾറെഡി ഒരെണ്ണം. ഇനി ഒരു 90 ദിവസത്തിനിടയ്ക്ക് അടുത്ത പണിയൊന്നും മേടിച്ച് വെക്കരുതെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും വെക്കാത്തത്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഫോണിൽ കാണിച്ചു തരാം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തായാലും ഈ കോപ്പിറൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ നമുക്ക് പണി തരും. ഇതിനും എനിക്ക് അറിയത്തില്ല, എന്നാലും ഇതെനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി. മാധ്യമങ്ങൾ പല കാര്യങ്ങളും, മാധ്യമധർമ്മം എന്താണെന്ന് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ മറക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം നന്നായിട്ട്. പക്ഷെ ഇത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ എന്തായാലും ഇതൊന്ന് കാണുക. കുറച്ച് ഞാനിവിടെ പ്ലേ ചെയ്ത് തരാം എന്താണെങ്കിലും. ഓക്കെ, എന്തോ പാകം ചെയ്യാണ് ഒരു പാവസ്, ഇതൊക്കെയോ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരും നമ്മുടെ മനുഷ്യരാണ്. ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നാം വെള്ളത്തിന്റെ പോയിട്ട് ഇത്രയും ഹൈറ്റിൽ വെള്ളം വന്നിട്ട് അവരെ ബാക്കിയുള്ളവരായിരിക്കാം ഇത്രയും ദിവസമായിട്ട് കിട്ടാതെ ഈ ഒരു പുഴയ്ക്ക് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നാണ്.
സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡാണ്. മണ്ണിടിച്ചിൽ നടന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ അവസ്ഥയാണ്. ആ വീടുകളൊക്കെ ഉണ്ടായിരുന്ന എല്ലാം പോയി. അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്ന കണ്ടില്ലേ, അവര് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മഴയാണ് അവിടെ. ആ ഒരു അവസ്ഥയിൽ ഇത് ആ മരങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് ഒഴുകി ഇപ്പറേ വന്നതാണ്. കണ്ടോ, അപ്പുറത്തുനിന്ന് ഒഴുകിയെന്ന് അറിയത്തില്ല. ആ മണ്ണിടിച്ചിലെല്ലാം കൂടെ ഇപ്പുറത്തേക്ക് ആ അടിച്ചു കയറിയ സമയത്ത്, വെള്ളം അടിച്ചു കയറിയ സമയത്ത് വന്നതാണ്. പിന്നെ ആ ചേച്ചിയുടെ ആ ഒരു സ്ത്രീയുടെ കാര്യം, അവര് ഭക്ഷണം പാകം ചെയ്യാണ് അവിടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭക്ഷണം പാകം ചെയ്യാണ്. ആ അവസ്ഥയാണ്. എന്നാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാനോ ഒന്നും ആരുമില്ല. ആ മഴയത്ത് ആ ഒരു ചെറിയ എന്തോ ടർപ്പോളിൻ പോലത്തെ ഒരു സാധനം വലിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് കണ്ടപ്പോ എന്റെ നെഞ്ചൊന്നും ഇടിച്ചു. അവരുടെ അവസ്ഥ. രക്ഷാപ്രവർത്തകർ ഒരുപാടുണ്ട് അവിടെ. അതിനകത്ത് ഒരാൾക്ക് ഇതൊന്നും നോക്കാനൊന്ന് എന്തെങ്കിലും ഒന്ന് അവർക്ക് ചെയ്തു കൊടുക്കുക. എന്തിനു വേണ്ടി എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വോട്ടവർ സങ്കടം വന്നു എനിക്ക് ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്ക്. കുറച്ചും കൂടി ഉണ്ട്, അത് നിങ്ങൾ പോയി നോക്കുക. ഒരു ചാനൽ എന്താണ് ബുള്ളറ്റ് മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ചാനൽ ഈ ഒരു സാധനം കിടപ്പുണ്ട്. പുള്ളി അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് പുള്ളി ആ ഒരു ക്ലിപ്പൊക്കെ ഇട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സങ്കടം തോന്നിപ്പോയി. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ കാണിക്കണോ നിങ്ങൾക്ക്? എനിക്കത് ഒരുപാട്, ഇതാണ് അവിടുത്തെ അവസ്ഥ. വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒരു സെക്കൻഡിൽ കുറച്ച് ഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഇതാ നമ്മുടെ മണ്ണിടിഞ്ഞു വന്ന അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇപ്പുറത്ത് നിന്നിട്ടാണ് പുള്ളി ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുന്നത്. പുള്ള ചാനൽ, യൂട്യൂബ് ചാനൽ ഇട്ടിരിക്കുന്നതാണ് ഇത്. കണ്ടില്ലേ, ഇപ്പുറത്തെ സൈഡ് ഫുള്ള് പോയി വീടുകളൊക്കെ. അത് നിങ്ങൾ അറിഞ്ഞു കാണും. അതൊക്കെ വളരെ കുറച്ചായിട്ടേ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് അത് വന്നല്ലോ ഇപ്പം. അതിന് ദൈവമേ നന്ദി. പക്ഷേ അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്, അത് സത്യം പറഞ്ഞാൽ പുറത്ത് വരണം. ഭക്ഷണമില്ലാതെ അവര് ബുദ്ധിമുട്ടുന്നത്. ഇന്ന് അതുപോലെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ ഇന്ന് കുറെ പുതിയ യന്ത്രങ്ങളൊക്കെ എന്തൊക്കെയോ വരുന്നു. നടുക്കുള്ള മണ്ണ് മാറ്റം, നടുക്കല്ല, ആ വീട ഭാഗത്ത് താഴ്ഭാഗത്തുള്ള, അതായത് കരസൈഡിൽ തന്നെയുള്ള കുറെ മണ്ണൊക്കെ മാറ്റുമെന്നാണ് ഞാനിപ്പോ ഇന്ന് അറിഞ്ഞത് വാർത്തയിലൂടെയൊക്കെ. എന്റെ ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ എന്താണെന്ന് ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ്. അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട്, സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. അപ്പം സംഗതി ഞാൻ ഇന്ന് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാസ്റ്റിനുള്ള, അതായത് ഒരു ടാങ്കർ കാണുന്നില്ല, അപ്പൊ അതിനൊരു ബ്ലാസ്റ്റിനുള്ള ഒരു സാധ്യതയുണ്ട്. അടിയിൽ വെച്ച് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ ഇത്രയും ഹൈറ്റിൽ വെള്ളം തെറിച്ച് ആ വീടുകളൊക്കെ അടിച്ചു പോയെന്നുള്ള ഒരു ഡൗട്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് ആ പറഞ്ഞതിനകത്തും ഒരു സംശയം ഇപ്പൊ വരുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ വേറൊരാളോട് കൂടെ, ഇതിപ്പോ എനിക്ക് മാത്രം തോന്നിയൊരു തോട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പൊ വേറൊരാളുമായിട്ട് ഇത് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ആ വ്യക്തി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായെങ്കിൽ, ഒരു ബ്ലാസ്റ്റ് പ്രത്യേകിച്ച് ഈ ഒരു ടാങ്കറിനകത്തുള്ള വാതകം പൊട്ടിയൊരു ബ്ലാസ്റ്റ് വരികയാണെങ്കിൽ, വെള്ളത്തിനടിയിൽ തന്നെ വെച്ചിട്ടാണെങ്കിലും താഴത്തേക്ക് വീണപ്പോ അല്ലെങ്കിൽ അടി വെച്ചിട്ടാണെങ്കിലും ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, വാതകമല്ലേ, വെള്ളത്തിനടിയിൽ വെച്ചിട്ടാണെങ്കിലും ഒരു 1-2 കിലോമീറ്ററിലേക്ക് ഇതിന്റെ ആ ഒരു ബ്ലാസ്റ്റിന്റെ ഒരു തീവ്രത വരും. അതുപോലെ തന്നെ തീ കത്തും. വെള്ളത്തിന് അടിയിൽ നിന്നാണെങ്കിലും മേളിലോട്ട്, ഗ്യാസ് അല്ലേ, അപ്പൊ മേളിലോട്ട് തീ വരും. അങ്ങനെ വന്നതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഒരു വലിയ ഒച്ച കേട്ടു എന്നേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഒരു വലിയ ഒച്ച കേട്ടു, പക്ഷെ തീ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കുറെ മരങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലും ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പറേക്ക് തന്നെ ഈ വീടുകളുടെ ആ ഭാഗത്തേക്ക് വെള്ളം അടിച്ചു കയറിയപ്പോഴേക്ക് ഗ്യാസ് ബ്ലാസ്റ്റ് ആവുകയാണെങ്കിൽ തീ എന്താണെങ്കിലും വരുമല്ലോ. അപ്പൊ ആ തീയുടെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കരിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അല്ലെങ്കിൽ ആ ടാങ്കറിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം ഇത് ബ്ലാസ്റ്റ് ആയി കഴിയുമ്പോൾ അത്രയും പൊട്ടിത്തെറിക്കുകയല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടം കരയിലേക്കും വീഴത്തില്ലേ? അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഇത് ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഡൗട്ട് വന്നത്. എന്തെങ്കിലുമൊക്കെ അവശിഷ്ടം, ചിലപ്പോൾ മൊത്തം കടലിലേക്ക് ഒഴുകി പോയെങ്കിലും എന്തെങ്കിലും ഒന്ന് എങ്ങോട്ടെങ്കിലും തെറിച്ച് വീഴത്തില്ലേ? അത് വലിയൊരു ഡൗട്ടാണ്. അങ്ങനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒന്നും കിട്ടിയതായിട്ട് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ അതും ഇപ്പോൾ ഒരു സംശയമാണ്. എത്ര പേര് ഇത് അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ബ്ലാസ്റ്റ് ആയി. ഞാനും ബ്ലാസ്റ്റ് ആയി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനകത്തും ഒരാളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഡൗട്ടുകൾ വരുന്നത്. അങ്ങനെ ഒരു ഡിസ്കഷനിലാണ് എനിക്ക് ഈ ഒരു സാധനം തോന്നിയത്. എന്തെങ്കിലും ഒരു പാർട്സ് എവിടുന്നെങ്കിലും കിട്ടേണ്ടതല്ലേ, ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റ് വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത് എനിക്ക് എൻ്റെ ലാപ്പ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഞാനിവിടെ വെച്ച് തരുന്നത്. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാൻ. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ
റിവർ ഗംഗാവലി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടോ ആ ഒരു മണ്ണിന്റെ ഒരു ഇത് കണ്ടില്ലേ അതെ കുറച്ച് ലോറിയൊക്കെ കിടക്കുന്നത് ആ ഭാഗമാണ് ഈ ഒരു ധാബ എന്ന് പറയുന്നത്. കണ്ടോ ആ ഒരു പോയിന്റർ വെച്ച് കാണിക്കുന്നത് അതാണ് ആ ഒരു കട. കണ്ടോ ആ ഫുഡ് കട അതാണ്. അത്രയും സ്പേസിലാണ് ഈ ഒരു വണ്ടികളൊക്കെ നിർത്തിയിടാനുള്ള ഒരു അതിന്റെ ഫ്രണ്ടിലെ ആ ഒരു സ്പേസ് കണ്ടോ, അവിടെ അത്രയും സ്പേസ് ഉണ്ട്. അപ്പം എന്തോരം വണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ പല ആളുകൾ കുറച്ച് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ, കുറെ അപ്പുറം ഇപ്പുറം ലോറി കുറച്ച് കിടപ്പുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ മാപ്പിൽ ഇത് കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പൊ തന്നെ അവിടെ കുറെ വണ്ടികൾ കിടപ്പുണ്ട്. ഇതുപോലെ എന്തോരം വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇപ്പം കുറെ ആളുകൾ പറയുന്നു ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടുത്തെ അധികൃതർ എന്ന് പറയുന്നുണ്ടല്ലോ. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണിച്ചു തരുന്നത്. ആ പോയിന്റർ പോകുന്നുണ്ടോ, അവിടുന്ന് ആ മേളിൽ അത്രയും ഭാഗത്തു നിന്നാണ് മണ്ണ് ഇടിച്ചു വന്നത്. എന്നിട്ട് ഈ റോഡും കടന്ന് ഈ ഒരു ഷോപ്പും ഈ ഒരു ധാബയെല്ലാം കടന്നാണ് താഴത്തേക്ക് വീണിരിക്കുന്നത്. കണ്ടില്ലേ? ആ ധാബയുടെ ഫ്രണ്ടിലുള്ള സ്പേസ് നിങ്ങൾ കണ്ടോ, അത്രയും ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ധാബയിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയവർക്ക് അറിയായിരിക്കും ധാബയുടെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് കാണും. അപ്പോ എന്തോരം വണ്ടി അവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പേര് ചിലപ്പോ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിലോ. ഇപ്പൊ കുറച്ച് പേർ ആ ഷോപ്പിൽ ആ ഒരു ധാബയിലെ കുറച്ച് ആൾക്കാരുടെ മൃതദേഹങ്ങൾ കിട്ടി ഇല്ലേ? ഇത് ഇവർക്ക് ഈ ഒരുപാട് ആളുകൾ ഇതിൽ പെട്ട് ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതെങ്കിലോ. എൻ്റെ ഒരു സംശയമാണ്, ഒരു ഗസ് അല്ലെങ്കിൽ ഒരു വൈൽഡ് ഇൻറ്റ്യൂഷൻ പോലെ എനിക്ക് തോന്നിയതാണ്. അതാണ് എനിക്കും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞങ്ങൾ കുറേ നേരം ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പത്തേക്ക് വന്ന കുറെ ഒരു സംശയങ്ങളാണ് ഇതൊക്കെ. ആ ഒരു കാര്യം പുറത്ത് അറിയരുത്. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻവയോൺമെന്റിസ്റ്റ് ഒക്കെ നേരത്തെ വന്നിട്ട് ഈ ഒരു സ്ഥലത്തെ പറ്റി പഠിച്ചപ്പോഴത്തേക്ക് അവിടെ ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യത മുൻകൂറായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവര് മറച്ചു വെക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ആളുകളുടെ എണ്ണം, മരിച്ചവരുടെ എണ്ണം മറച്ചു വെക്കാനായിട്ടാണ് പല കാര്യങ്ങളും മിണ്ടാതെ അവിടെ ചെല്ലുന്നവരെ ഓടിച്ചു വിടുന്നതെങ്കിലോ. സംശയങ്ങളാണ് ഇതൊക്കെ, സംശയങ്ങളാണ്. നമ്മുടെ പ്രൂഫില്ല, പക്ഷെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ സംശയങ്ങൾ വരുന്നു. ഇന്നും നേവിയുടെ ഏതോ വലിയൊരു ഓഫീസർ ഒരു മലയാളി വരുന്നുണ്ട്. അദ്ദേഹം ഇന്ന് വൈകിട്ട് 5 മണി ആകുമ്പോഴേ അവിടെ എത്തത്തുള്ളൂ. അദ്ദേഹം 5 മണിക്ക് എത്തിയിട്ട് ഞാൻ ന്യൂസിൽ കണ്ടു, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള പേര് മറന്നുപോയി, ഞാൻ എഴുതി വെച്ചില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ന്യൂസിൽ ലൈവ് വന്നിട്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ലൈവ് വരുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കളുടെ പ്ലാൻ. അപ്പം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അദ്ദേഹം എത്തും. അദ്ദേഹം പറയുന്നത് വലിയ പ്ലാൻ ഒന്നും ഇല്ല, ഞാനിനി അവിടെ വന്നിട്ട് ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് എവിടെയാണ് ഫസ്റ്റ് ഡിഗ് ചെയ്യേണ്ടത്, എന്നിട്ട് എനിക്ക് വന്നിട്ട് വേണം തീരുമാനിക്കാൻ. ഇങ്ങനെ ഇനി വന്നിട്ട് വൈകിട്ട് 5 മണിക്ക് തീരുമാനിച്ച് നാളെ പരിപാടി തുടങ്ങും. ഓരോ ദിവസവും കടന്ന് പൊക്കോണ്ടിരിക്കുക. ഞാൻ ആ ലൈവ് കണ്ടപ്പോൾ എനിക്കതാ തോന്നിയത്. ചുമ്മാ ഓരോരുത്തന്മാര് വരുന്നു, അവന്മാര് വന്നിട്ട് അവന്മാരുടെ കുറെ ഇത് കാണിക്കുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു, ദിവസങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. അർജുൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ആ മണ്ണിനടിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ആ വണ്ടിക്കകത്ത് അവൻ ഇത്രയും ദിവസം ജീവൻ നിലനിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് വരെ അവന്മാർ ഓരോ ആൾക്കാർ വന്ന അവന്മാരുടെ തെങ്ങക്കൊല എടുത്ത് അടുത്ത ദിവസത്തേക്ക് വെച്ച് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. മീഡിയ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അതിനെ നോക്കി കണ്ടത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞേ കണ്ടല്ലോ നിങ്ങൾ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്തെങ്കിലും മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ പയ്യനെ കണ്ടെത്തുന്നതിന്റെ കൂടെ തന്നെ ഓപ്പോസിറ്റ് നടക്കുന്ന ഭക്ഷണം കഴിക്കാനില്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് പുറത്തേക്കൊക്കെ കാണിച്ചു കൊടുക്കുക ആളുകളിലേക്ക്. അതും കൂടെ കാണിക്കുക. എപ്പോഴും അപ്പുറത്തെ സൈഡിൽ മാത്രം നിന്നിട്ട് കാണിച്ച റിപ്പീറ്റേഷൻ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടില്ല എന്നല്ല, ചില മീഡിയാസ് ഒക്കെ അവിടെ പോയത് ഞാൻ കണ്ടു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഭക്ഷണത്തെ കാണിക്കുന്ന കണ്ടല്ലോ, അതും കൂടെയൊക്കെ ഒന്ന് പറയുക, എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണിത്. എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാം ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് കമന്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ സംശയങ്ങൾ. നമുക്കത് എന്നാലേ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല പുറത്ത് ജനങ്ങളോട് അറിയിക്കാനെങ്കിൽ കമന്റ് ബോക്സിൽ ഇടൂ, നമുക്ക് സംസാരിക്കാം. കാരണം എന്തെങ്കിലും ഇത്രയും ദിവസമായി അതാണ് എൻ്റെ ഒരു കൺസേൺ. ലൈക്ക് എന്ത് പറ്റി കാണും ആ പയ്യനെന്നുള്ളൊരു. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ കുറച്ചും കൂടെ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാനത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും.